IPL സ്റ്റേഡിയം എന്നല്ല, ക്രിക്കറ്റ് സ്റ്റേഡിയം. അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനത്തിലാണ് ഇന്നുള്ളത്. IPL മാത്രമല്ല, സാധിക്കുമെങ്കിൽ ഇൻ്റർനാഷണൽ മാച്ചസ് നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തമാശയായിട്ട് പറയുന്നതല്ല, തമാശയായിട്ട് തോന്നാം, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് നടത്തിയിരിക്കുകയും ചെയ്യും. അതിന് ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ലീഗിന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഞാൻ അവിടെ പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, എൻ്റെ അടുത്ത് IPL ഫാൻ പാർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തി പുതുപ്പള്ളിയിൽ സ്റ്റേഡിയം ഉണ്ടാകുമെന്ന്. അപ്പോൾ 2 സ്ഥലം കണ്ടു കഴിഞ്ഞു. 2 സ്ഥലം കണ്ടപ്പോഴും അതിന് അനുയോജ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് 3ാമത്തെ സ്ഥലത്തിലേക്ക് നോക്കുകയാണ്. ആ 3ാമത്തെ സ്ഥലം നോക്കി അവർ അനുയോജ്യമാണെന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റേഡിയം പണിയും. മാത്രമല്ല, എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് ക്രിക്കറ്റ് സ്റ്റേഡിയം മാത്രം ഒതുങ്ങുന്ന ഒരു സ്വപ്നമല്ല. എൻ്റെ സ്വപ്നം, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം പറഞ്ഞ പോലെ, ഒരു സ്പോർട്സ് സിറ്റി പുതുപ്പള്ളിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഫുൾ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു. വേണ്ടി വന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റർ മീറ്റർ വരെ തയ്യാറായി ഞാൻ ഇരിക്കുകയാണ്. അതിന് ഒരു സംശയവുമില്ല, നമ്മൾ അത് നടത്തിയിരിക്കും. 3-4 വർഷത്തെ സമയം എനിക്ക് തന്നാൽ മതി. ആക്സസിബിലിറ്റി ഒരു വലിയ ഘടകം തന്നെയാണ്. റോഡും ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ഇന്നലെ ഉദ്യോഗസ്ഥരെ കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആക്സസിബിലിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും, ഈ സർക്കാർ അത് ഉണ്ടാക്കിയിരിക്കും, അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ലാഫിംഗ് ക്ലബ്ബുകൾ. ഇപ്പോൾ എല്ലാവർക്കും സ്ട്രെസ്സ് കൂടുന്ന സമയമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വരാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പുതുപ്പള്ളിയിൽ 5 ലാഫിംഗ് ക്ലബ്ബുകൾ തുടങ്ങാനുള്ള പരിപാടി കൂടിയുണ്ട്. അതായത് പല സ്ഥലത്തും ഉള്ളതാണ്. പാമ്പാടി, പുതുപ്പള്ളി, അതുപോലെ അകലക്കുന്നം, മണർകാട്, വാകത്താനം, 5 സ്ഥലങ്ങളിൽ ലാഫിംഗ് ക്ലബ്ബുകൾ. അതായത് ഒന്ന് ചിരിക്കുവാനും ഒന്ന് ചിരിക്കുവാനും ഉള്ളൊരു വേദി. പലയിടത്തും ഈ വിദേശത്തും മാത്രം സ്വദേശത്തുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആൾക്കാർ ചുമ്മാ ചിരിക്കുന്ന ഇത്. അപ്പം അങ്ങനൊരു ക്ലബിന് 10 ലക്ഷം രൂപ വെച്ച് ഞാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലാഫിംഗ് ക്ലബ്ബ് പുതുപ്പള്ളി വില്ലേജ് തന്നെ ആയിരിക്കും. അത് PHC അവിടെ രൂപീകരിക്കുന്നിടത്ത് അവിടെ തന്നെ വരും. അതിനോട് ചേർന്ന് ഭാവിയിൽ അതിനെ ജിമ്മായിട്ടും, അത് പ്രായമായിട്ടുള്ളവർക്കും ചെറുപ്പക്കാർ കൂടി വരുന്ന രീതിയിലായിരിക്കും ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു ജിം പ്ലസ് ലാഫിംഗ് ക്ലബ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പുതുപ്പള്ളി പോയിരിക്കുകയാണ്. അതിനും നിങ്ങളെയും സ്വാഗതം ചെയ്യുക. ഇനി നിങ്ങൾ എന്നെ കാണാൻ അവിടെ പോയിട്ട് വന്നാൽ മതി.